നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. മാള പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഓഫീസിലെത്തി പഞ്ചായത്ത് അംഗം ഭീഷണിപ്പെടുത്തിയതായി പരാതി. അസിസ്റ്റന്റ് എഞ്ചിനീയർ PM ജമീലയാണ് മാള പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതി നൽകിയത്. ആളൂർ ഉറുമ്പൻകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നു. റോഡ് വികസനത്തിനായി ടാറിംഗ് പൊളിച്ചു നീക്കിയതിനാൽ കാൽനടയാത്ര പോലും ദുരിതത്തിൽ. കലുങ്ക് സംവാദ പരിപാടിയിലെ വിവാദങ്ങളിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പരിപാടി വക്രീകരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് സുരേഷ് ഗോപി. ജില്ലയിൽ പരക്കെ മോഷണം. മാള തൻകുളം മഹാദേവ ക്ഷേത്രത്തിലും നെല്ലായിയിലെ വ്യാപാര സ്ഥാപനത്തിലും മോഷണം. മണ്ണമ്പേട്ടയിൽ പൂട്ടിയിട്ട് വീടുകളിലും തൃശൂർ സെയിന്റ് ക്ലെയേഴ്സ് സ്കൂളിലും മോഷണ ശ്രമം. ഒല്ലൂർ കമ്പനിപ്പടിയിൽ സ്വകാര്യ ബസ് കടയിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് പരിക്കേറ്റു. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. വാർത്തകൾ വിശദമായി. മാള പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഓഫീസിലെത്തി മുൻ പ്രസിഡന്റ് കൂടിയായ പഞ്ചായത്ത് അംഗം ഭീഷണിപ്പെടുത്തിയതായി പരാതി. ഇതു സംബന്ധിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ PM ജമീലയാണ് മാള പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതി നൽകിയിരിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് സംഭവമുണ്ടായതെന്ന് പരാതിയിൽ പറയുന്നു. പഞ്ചായത്ത് കമ്മിറ്റിക്ക് ശേഷം ഓഫീസിലേക്ക് തിരിച്ചുവന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറോട് 19-ാം വാർഡിലെ നിർമ്മാണങ്ങളുടെ തൽസ്ഥിതി മെമ്പർ സിന്ധു അശോക് ആവശ്യപ്പെട്ടു. സമയം വൈകിട്ട് 4:55 ആയതിനാൽ ഇപ്പോൾ പെട്ടെന്ന് രേഖാമൂലം നൽകാൻ കഴിയില്ലെന്ന് അറിയിക്കുകയായിരുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ സിന്ധു അശോക് ശുഭിതയെ മേശപ്പുറത്തടിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും കസേര വലിച്ചെറിഞ്ഞ് തകർത്തുവെന്നും പരാതിയിൽ പറയുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതി സംബന്ധിച്ച് പരിശോധിച്ച് യുക്തമായ നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അറിയിച്ചു. തന്റെ വാർഡിലെ റോഡുകളുടെ നിർമ്മാണത്തിന്റെ തൽസ്ഥിതി മാത്രമാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടതെന്നും CPM അഷ്ടമിച്ചിറ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ സിന്ധു അശോക് അറിയിച്ചു. പരാതി പോലീസിന് കൈമാറണമെന്നും സിന്ധു അശോക് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ സമരത്തിൽ പാർലമെന്ററി പാർട്ടി നേതാവ് ജിയോ ജോർജ് കൊടിയൻ സംസാരിച്ചു. ഈ 16-ാം തീയതി ഉണ്ടായ ഈ സംഭവത്തോടനുബന്ധിച്ച് നമ്മുടെ ഒരു പരാതി നമ്മുടെ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. ആ സെക്രട്ടറിക്ക് കൊടുത്ത പരാതി സെക്രട്ടറി അത് പോലീസിലേക്ക് അത് കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം അതിവിടെ തീരുന്നതല്ല, അത് പോലീസ് നടപടി തന്നെ എടുക്കണം. അതുപോലെ തന്നെ ആ മെമ്പർ, ആ ഒരു ധാർഷ്ട്യം നിറഞ്ഞൊരു മെമ്പർ രാജിവെച്ച് പുറത്തു പോകണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അമ്പിളി സജീവ്, TV യദുകൃഷ്ണൻ, ലിസി സേവ്യർ, നിത ജോഷി എന്നിവരും സമരത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, മാള. ആളൂർ ഉറുമ്പൻകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നു. റോഡ് വികസനത്തിനായി ടാറിംഗ് പൊളിച്ചു നീക്കിയതിനാൽ കാൽനടയാത്ര പോലും ദുസ്സഹമായി. കഴിഞ്ഞ മെയ് മാസത്തിലെ മഴ മൂലം നിർത്തിവെച്ച പണി 4 മാസത്തോളമായിട്ടും പുനരാരംഭിച്ചിട്ടില്ല. കൊടകര മാള സംസ്ഥാന പാതയിലെ ആളൂർ മേൽപ്പാലം ജംഗ്ഷനിൽ നിന്ന് ചാലക്കുടി നഗരസഭയിൽ ഉൾപ്പെട്ട ഉറുമ്പൻകുന്നിലേക്കുള്ള 3.5 കിലോമീറ്റർ റോഡിന്റെ നവീകരണമാണ് വൈകുന്നത്. സെന്റ് ജോസഫ് ചർച്ച് ഉറുമ്പൻകുന്ന് റോഡിനായി പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയിൽ ഉൾപ്പെടുത്തി 2.73 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞ മെയ് മാസത്തിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചെങ്കിലും മഴ മൂലം പണി തുടരാനായില്ല. റോഡ് വികസനത്തിനായി നിലവിലുണ്ടായിരുന്ന ടാറിംഗ് പൊളിച്ചു നീക്കിയതിനാൽ ഇതുവഴിയുള്ള കാൽനട പോലും ദുരിതമായിട്ടുണ്ട്. ശക്തമായ കാലവർഷത്തിൽ റോഡിൽ പലയിടത്തും കുഴികൾ രൂപപ്പെട്ട നിലയിലാണ്. നവീകരണ പ്രവൃത്തി എത്രയും വേഗം പുനരാരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കൊടകര. കലുങ്ക് സംവാദ പരിപാടിയിലെ വിവാദങ്ങളിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പരിപാടി വക്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കരുവന്നൂരിൽ ED സ്വത്ത് കണ്ടുകെട്ടിയ കാര്യം നേരത്തെ പറഞ്ഞതാണെന്നും അത് ബാങ്ക് വഴി മാത്രമേ നൽകാൻ കഴിയൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി കുന്നംകുളത്ത് വന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞതാണ്. ആനന്ദവല്ലി ചേച്ചി തന്റെ നെഞ്ചത്തേക്ക് കയറിയിട്ട് കാര്യമില്ല. സഹകരണ വകുപ്പ് മന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. നിങ്ങളുടെ മുഖ്യമന്ത്രി വഴി കോർപ്പറേറ്റീവ് കാര്യങ്ങൾ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, അതാണ് പറഞ്ഞതിന്റെ സംക്ഷിപ്തമാണ്. അല്ല മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആ വകുപ്പിൽ കയറി ചെയ്യാനൊക്കത്തില്ല. ആരാണ് സഹകരണ വകുപ്പ്, അവരെ കൊണ്ട് പറഞ്ഞ് പാവങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭരണത്തിന്റെ കരുതൽ, കരുണ, ദയ, കാരുണ്യം എല്ലാമെങ്കിലും ഉറപ്പായിട്ട് ഈ കാശ് ED-യിൽ നിന്ന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വീതം വെച്ച് കൊടുക്കണം.
കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ വികസന സംവാദം മുല്ലശ്ശേരിയിൽ നടന്നു. മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ പെരിങ്ങാട് പുഴ ആഴം കൂട്ടി വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്നതിന് സാഹചര്യമൊരുക്കണമെന്നും പുതിയ തടയണ പെരിങ്ങാട് പുഴയിൽ നിർമ്മിച്ചാൽ ശുദ്ധജല തടാകം സൃഷ്ടിക്കാൻ കഴിയുമെന്നും സംവാദത്തിൽ ആവശ്യമുയർന്നു. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം നിർമ്മിച്ച പറമ്പൻതടി മാനിന റോഡ് കുടിവെള്ള പദ്ധതിക്ക് പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി പൊളിച്ചതിനെ തുടർന്ന് തകർന്ന് വർഷങ്ങളായിട്ടും പുനർനിർമ്മിച്ചിട്ടില്ലെന്നും സഞ്ചാര സ്വാതന്ത്ര്യം ഒരുക്കണമെന്നും നാട്ടുകാർ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ, മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് KS ധനീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ അപ്പു എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി. മാള തൻകുളം മഹാദേവ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. ക്ഷേത്രത്തിന്റെ മുൻപിലെ കൗണ്ടറും തകർത്തിട്ടുണ്ട്. രാവിലെ ക്ഷേത്രം ശാന്തി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ക്ഷേത്ര പരിസരത്ത് പന്തൽ നിർമ്മാണത്തിനായി കുഴിയെടുക്കുന്നതിന് സൂക്ഷിച്ചിരുന്ന 2 ആയുധവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ആയുധങ്ങൾ ഉപയോഗിച്ചായിരിക്കാം ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നത് എന്ന് സംശയിക്കുന്നു. ഭണ്ഡാരത്തിലെ പണവും കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന 500 രൂപയുമാണ് നഷ്ടപ്പെട്ടത്. മാള പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെല്ലായിയിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. വയലൂർ റോഡിലുള്ള മിനി മാർട്ട് എന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6000-ഓളം രൂപ കവർന്നു. സമീപത്തെ ധനകാര്യ സ്ഥാപനത്തിലും ഡെന്റൽ ക്ലിനിക്കിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. നെല്ലായി സെന്ററിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനത്തിന്റെ പൂട്ട് പൊളിച്ച് 9200 രൂപയും മോഷ്ടിച്ചിട്ടുണ്ട്. കൊടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നെല്ലായി മേഖലയിൽ മോഷണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. വന്നപ്പോൾ കട കുത്തി തുറന്ന് പൊളിച്ചിട്ടാണ് കണ്ടത്. അപ്പോൾ കൊടാര പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് പോലീസുകാർ വന്ന് നടപടികൾ സ്വീകരിച്ചു. 6000-ഓളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 3 മാസം മുൻപ് വയലൂരിലെ പൂട്ടിക്കിടന്ന 2 വീടുകളിൽ മോഷണം നടന്നിരുന്നു. മണ്ണമ്പേട്ടയിൽ 2 വീടുകളുടെ വാതിൽ പൊളിച്ച് മോഷണ ശ്രമം. പൂക്കോട് ഭഗവതിക്കാവ് റോഡിലെ ചക്കാലമറ്റത്ത് വളപ്പിൽ രതീഷ്, വൈദ്യശാലപ്പടിക്കു സമീപം മഞ്ഞളി ഫ്രാൻസി എന്നിവരുടെ വീടുകളിലാണ് മോഷണ ശ്രമം നടന്നത്. കുടുംബവുമായി വിദേശത്തുള്ള രതീഷിന്റെ വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തുകടന്നത്. അലമാരയിലെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. സമീപവാസികളാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. പിന്നീട് ബന്ധുക്കളെത്തി വീട്ടിൽ പരിശോധന നടത്തി. വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് വിവരം. വീട്ടുകാർ ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു ഫ്രാൻസിയുടെ വീട്ടിൽ മോഷണ ശ്രമം നടന്നത്. മുൻവശത്തെ വാതിൽ തകർത്തായിരുന്നു മോഷണ ശ്രമം. അലമാരയിൽ 35 പവനോളം ആഭരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കിഴക്കേക്കോട്ട സെയിന്റ് ക്ലയേഴ്സ് സ്കൂളിൽ മോഷണ ശ്രമം. ഓഫീസ് മുറിയുടെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. കെട്ടിട നിർമ്മാണത്തിനായി സ്കൂളിന് സമീപം വെച്ചിരുന്ന പിക്കാക്സ് ഉപയോഗിച്ചാണ് പൂട്ട് തകർത്തത്. സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. ഒല്ലൂർ കമ്പനിപ്പടിക്ക് സമീപം സ്വകാര്യ ബസ് കടയിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് പരിക്കേറ്റു. പടവരാട് സ്വദേശികളായ സുജ, ശാന്ത, തിരുവല്ലുവാമല സ്വദേശി ഓമന എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ഒല്ലൂർ ആക്ട്സ് പ്രവർത്തകർ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കുട്ടനെല്ലൂർ നടത്തറ റൂട്ടിലോടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പൂജയുടെ മറവിൽ പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിലായിരുന്നയാളെ 9 വർഷത്തിനു ശേഷം മാള പോലീസ് അറസ്റ്റ് ചെയ്തു. കൊരട്ടി കോനൂർ സ്വദേശി കരിങ്ങാപ്പള്ളി വീട്ടിൽ മനോജാണ് അറസ്റ്റിലായത്. 2016 കേസിനാസ്പദമായ സംഭവം. 90 ദിവസം ജയിലിൽ കഴിഞ്ഞ ഇയാൾ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോവുകയായിരുന്നു. KSU പ്രവർത്തകരായ ഗണേഷ് ആറ്റൂർ, അല്ലമീൻ, അസലാം എന്നിവരെ കൈവിലങ്ങും കറുത്ത മുഖംമൂടിയും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് DGP ഉത്തരവിട്ടു. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ സമർപ്പിച്ച പരാതിയിലാണ് നടപടി. DGPക്കും ജില്ലാ പോലീസ് മേധാവിക്കുമാണ് അനീഷ് പരാതി നൽകിയിരുന്നത്.
പരാതിയിന്മേൽ അന്വേഷണം നടത്തി മേൽ നടപടി സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടുള്ള DGPയുടെ ഉത്തരവ് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പോ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. വാർത്തകളിലേക്ക് വീണ്ടും. അന്തിക്കാട് KGM സ്കൂളിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഗോയ്ധേ എന്ന നാടകരാവ് വേറിട്ട അനുഭവമായി. 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള 101 കുട്ടികളാണ് നാടകരാവ് ആസ്വദിക്കാൻ എത്തിയത്. നാടകവേദിയിൽ അറിഞ്ഞിരിക്കേണ്ട താളബോധം, പാട്ട്, കഥ, കഥാപാത്രങ്ങൾ എന്നിങ്ങനെ ഓരോ തലത്തെയും സ്പർശിച്ചായിരുന്നു കുട്ടികൾ കലാഭിരുചികൾ പ്രകടമാക്കിയത്. വൈശാഖ് അന്തിക്കാടിന്റെ നേതൃത്വത്തിലായിരുന്നു നാടക പരിശീലനം. ഇപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പുകളുടെ കാലഘട്ടമാണ്. ആ സമയത്ത് നമ്മുടെ അന്തിക്കാട്ടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി KGM സ്കൂളിലെ PTA നേതൃത്വത്തിൽ 101 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സഹവാസ നാടക ക്യാമ്പാണ് ഇന്നിവിടെ നടത്തുന്നത്. കുട്ടികളെല്ലാവരും ഒരു കുടുംബമായിട്ട് ഇവിടെ മുന്നോട്ട് പോവുകയാണ്. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ ആട്ടവും പാട്ടുമൊക്കെയായി രാത്രി സ്കൂളിൽ തന്നെ തങ്ങിയത് വേറിട്ട അനുഭവമായി. വൈകുന്നേരം കുട്ടികളുമായി സല്ലപിക്കാൻ സംവിധായകൻ സത്യൻ അന്തിക്കാടുമെത്തി. ബാല്യം മുതൽ സിനിമയിലേക്ക് ചാഞ്ചാടിക്കൊണ്ടിരുന്ന തന്റെ മനസ്സിനെക്കുറിച്ച് വിദ്യാർത്ഥികളോട് പങ്കുവച്ചപ്പോൾ പലർക്കും സിനിമയിൽ അഭിനയിക്കാൻ മോഹം. അപ്പോൾ ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടാവണം. എപ്പോഴായാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിക്കണം, വളരെ കൃത്യമായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, അതൊക്കെ ശരി തന്നെയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ സമൂഹത്തിലേക്ക് നോക്കണം, നമുക്ക് എന്തായി തീരണം, ആരായി തീരണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവണം. മോഹൻലാലിനോട് എന്തെങ്കിലും പറയണോ എന്ന് സത്യൻ അന്തിക്കാട് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ പറയ് എന്നായി ഒരു ബിരുദൻ. മോഹൻലാലിനോട് ഒരു ദിവസം വരാൻ പറയാമെന്ന് കുട്ടികൾക്ക് സത്യന്റെ വാക്ക്. ഇതോടെ കൂടുതൽ ആവേശത്തിലായ കുട്ടികൾക്ക് സത്യൻ അന്തിക്കാട് മിഠായികൾ വിതരണം ചെയ്തു. അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അവർക്ക് കൂടുതൽ മാനസിക ഉല്ലാസത്തിനും ഈ ഒരു ക്യാമ്പ് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളനൂർ, PTA പ്രസിഡന്റ് ലിയോ, വൈസ് പ്രസിഡന്റ് അജീഷ, MPTA പ്രസിഡന്റ് സൗമ്യ, കോഓർഡിനേറ്റർ സിന്ധു എന്നിവർ നേതൃത്വം നൽകി. TCV തൃശൂർ. കൊടുങ്ങല്ലൂർ അഴീക്കോട് പുഴയിൽ കാണാതായ തൊഴിലാളിയെ കണ്ടെത്താനായില്ല. മധ്യപ്രദേശ് സ്വദേശി 22 വയസ്സുള്ള തേജ്പാലിനായി കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമാണ് തെരച്ചിൽ നടത്തിയത്. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണ സ്ഥലത്ത് വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം. നിർമ്മാണത്തിലിരിക്കുന്ന തൂണിൽ നിന്നും പുഴയിലിറങ്ങി കരയിലേക്ക് നീന്തുന്നതിനിടയിലാണ് തേജ്പാലിനെ കാണാതായത്. വിദ്യാർത്ഥികളുടെ കായിക ഭാവി അവതാളത്തിലാക്കാതെ കായിക അധ്യാപകരുടെ സമരത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തണമെന്നും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കായികാധ്യാപക നിയമനം നടത്തണമെന്നും HSSTA ഇരിഞ്ഞാലക്കുട മേഖലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. A തോമസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഹക്ക്, ബൈജു ആന്റണി, CM അനന്തകൃഷ്ണൻ, വിമൽ ജോസഫ്, അമ്പിളി കുമാരി തുടങ്ങിയവർ സംസാരിച്ചു.
ഭൂരഹിത ഭവനരഹിത പട്ടികജാതിക്കാരുടെ പേരിൽ കൊടുങ്ങല്ലൂരിൽ LDF ഭൂമി കുംഭകോണം നടത്തിയെന്നാരോപിച്ച് BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി 4 ദിവസമായി നടത്തിവന്ന ഉപവാസ സമരം സമാപിച്ചു. വടക്കേനടയിൽ നടന്ന സമാപന സമ്മേളനം BJP സംസ്ഥാന സെക്രട്ടറി ശ്യാംരാജ് ഉദ്ഘാടനം ചെയ്തു. BDJS സംസ്ഥാന കൗൺസിൽ അംഗം CD സുരീലാൽ, BJP കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ IS മനോജ്, TJ ജെമി, വൈസ് പ്രസിഡന്റുമാരായ KS സുനിൽകുമാർ, ഷൈൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ തലയുയർത്തി നടക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ നേടിത്തന്നിട്ടുള്ളതെന്ന്. മാനസികാരോഗ്യത്തിനായുള്ള ആഗോള സൗജന്യ മലയാളി കൗൺസിലിംഗ് പദ്ധതിയായ കേൾക്കാം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു. പുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ നടന്ന ചടങ്ങിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി കുര്യൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഫൗണ്ടർ ഫാദർ ഡേവിസ് ചിറമേൽ അധ്യക്ഷത വഹിച്ചു. കമ്മീഷണർ ഓഫ് കസ്റ്റംസ് പ്രിവന്റീവ് ഡോക്ടർ T. ടിജു തോമസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മാഗസിൻ കവർ പേജിന്റെ പ്രകാശനവും വീഡിയോ ലോഞ്ചിങ്ങും കേൾക്കാം കൗൺസിലേഴ്സിന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കലും ജസ്റ്റിസ് കുര്യൻ ജോസഫ് നിർവഹിച്ചു. 08069965050 എന്ന കേൾക്കാം ഹെൽപ്പ് ലൈൻ നമ്പറിന്റെ ഉദ്ഘാടനം ഡോക്ടർ T. ടിജു തോമസ് നിർവഹിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് സൈക്കോളജിസ്റ്റും പ്രത്യാശാ സ്ഥാപക ഡയറക്ടറുമായ ഡോക്ടർ ജസ്ന തോട്ടിയാൻ ജോണി, ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ ടോം M. ജോസഫ്, നടനും സംവിധായകനുമായ ടോം ഇമ്മട്ടി, സീനിയർ സോളിസിറ്റർ ഫ്രാൻസിസ് മാത്യു, സുഭാഷ് ചന്ദ്രൻ, VV റോസ് തുടങ്ങിയവർ സംസാരിച്ചു. ആത്മഹത്യ, മാനസിക സമ്മർദ്ദം, വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി UK കേന്ദ്രീകരിച്ച് ലോകമെമ്പാടുമുള്ള 1000-ലധികം വരുന്ന സൈക്കോളജിസ്റ്റുകൾ, കൗൺസിലേഴ്സ്, ഡോക്ടേഴ്സ്, സാമൂഹിക പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ എന്നിവർ കൈകോർത്തുകൊണ്ടാണ് കേൾക്കാം എന്ന പേരിൽ സൂയിസൈഡ് പ്രിവെൻഷൻ ഗ്ലോബൽ മലയാളി ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിരിക്കുന്നത്. ചടങ്ങിൽ 130ഓളം വരുന്ന കേൾക്കാം കൗൺസിലേഴ്സ് ബാഡ്ജ് സ്വീകരിച്ച് പ്രതിജ്ഞ എടുത്തു. നിങ്ങളെ കേൾക്കാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 1000ഓളം മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് കേൾക്കാം എന്ന ഈ പ്രൊജക്റ്റിലൂടെ ഒരുങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങളെ കേൾക്കാൻ അവർ തയ്യാറാണ്. കേന്ദ്ര ഗവൺമെന്റ് ITI പരീക്ഷയിലും കേരള സർക്കാരിന്റെ എഞ്ചിനീയറിംഗ് പരീക്ഷയിലും തൃശൂർ വിക്ടറി ITI മികച്ച വിജയം നേടി. കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷയിൽ 8 ട്രേഡുകളിലും മറ്റ് വിവിധ വിഭാഗങ്ങളിലും 100% വിജയം നേടി. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ പരീക്ഷയിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, മെക്കാനിക്കൽ ട്രേഡുകളിലെ വിദ്യാർത്ഥികൾ 100% വിജയം കരസ്ഥമാക്കി. എല്ലാ വിദ്യാർത്ഥികളും ഡിസ്റ്റിങ്ഷനോടുകൂടിയാണ് വിജയിച്ചത്. സിവിൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ ട്രേഡുകളിൽ 90% വിജയം കൈവരിച്ചു. ദേശമംഗലം മേഖല മീലാദ് സംഗമം പള്ളം MM ഓഡിറ്റോറിയത്തിൽ നടന്നു. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. ജസീൽ കമാലി ഫൈസി, ഷഹീർ ദേശമംഗലം തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ജോബ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിസ്രിയ മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. തൊഴിൽ മേളയിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 14 തൊഴിൽദാതാക്കളും 123 ഉദ്യോഗാർത്ഥികളും ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. 32 ഉദ്യോഗാർത്ഥികളെ നേരിട്ട് തിരഞ്ഞെടുക്കുകയും 85 പേർ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ
ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കുക, കേന്ദ്ര സർക്കാർ ടെറ്റ് നിയമനിർമ്മാണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA ഉപജില്ലാ കമ്മിറ്റി കൊടുങ്ങല്ലൂരിൽ ധർണ നടത്തി. KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി NK രമേശ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് OS ഷൈൻ അധ്യക്ഷനായി. സെക്രട്ടറി M അഖിലേഷ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PM മോഹൻരാജ്, അജിത പടാരിൽ, PC സിംല തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെന്റിന്റെ ബിരുദദാന ചടങ്ങ് തൃശൂരിൽ നടന്നു. പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെന്റിന്റെ വിവിധ സൈക്കോളജി കോഴ്സുകളിൽ പഠനം പൂർത്തീകരിച്ച 100ഓളം വിദ്യാർത്ഥികളുടെ ബിരുദദാനമാണ് നടന്നത്. മികച്ച പഠന നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് എക്സലൻസ് അവാർഡും പ്രത്യാശയുടെ ബെസ്റ്റ് സ്റ്റാർ പെർഫോമർ അവാർഡും ചടങ്ങിൽ സമ്മാനിച്ചു. പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ലക്കി ഡ്രോ കൂപ്പണിലൂടെ തിരഞ്ഞെടുത്ത ഭാഗ്യശാലിക്കുള്ള സമ്മാനവും നൽകി. പ്രത്യാശ ഫൗണ്ടർ ഡയറക്ടറും ബ്രിട്ടീഷ് സൈക്കോളജി അസോസിയേറ്റ് ഫെലോയും അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ മെമ്പറുമായ ഡോക്ടർ ജസ്ന തോട്ടിയാൻ ജോണി, വിശിഷ്ടാതിഥികളായ IGNet ചെയർമാൻ K ഷൈൻ, CTDS ചെയർമാൻ സുധീർ ബാബു, IITS സീനിയർ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് അജയ് സെബാസ്റ്റ്യൻ, പ്രത്യാശ സ്റ്റാഫ് പ്രതിനിധികളായ ഋതുവർണ, ശ്രീഷ്മ എന്നിവർ സംസാരിച്ചു. മനഃശാസ്ത്ര പഠനത്തിനൊപ്പം മികച്ച പരിശീലനവും നൽകുന്ന പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെന്റിൽ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ബിരുദ, ഡിപ്ലോമ, PG കോഴ്സുകൾ വിദഗ്ധരായ അധ്യാപകരുടെയും പരിശീലകരുടെയും നേതൃത്വത്തിൽ നടത്തിവരുന്നു. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യാശയുടെ തന്നെ പ്ലേസ്മെന്റ് ഹബിലൂടെ ഇന്റേൺഷിപ്പ് സൗകര്യവും ലഭ്യമാക്കുന്നു. ഫാമിലി, ചൈൽഡ്, അഡൽട്സ് കൗൺസിലിംഗ് രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പ്രത്യാശ സ്കൂൾ, കോളേജ്, സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്ലാസുകളും 18 വർഷമായി സൗജന്യ കൗൺസിലിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചു പോരുന്നു. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന വെർച്വൽ റിയാലിറ്റി എക്സ്പോഷർ തെറാപ്പിയും പ്രത്യാശയുടെ പ്രത്യേകതയാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം തുടങ്ങാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. എങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിലെ പുളിഞ്ചോട് നടന്ന കലുങ്ക് സംവാദത്തിൽ പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ തന്റെ ഓഫീസിന് നിർദ്ദേശവും നൽകി. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി ദേവാനന്ദൻ പണ്ടാരത്തിൽ, സെക്രട്ടറി മിഥുൻ ഇയാനി തുടങ്ങിയവർ നേതൃത്വം നൽകി. സഹായം നൽകുന്ന പദ്ധതിയുണ്ട്. MP ഫണ്ടിൽ നിന്ന് കിട്ടും. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ CBSE, ICSE സംസ്ഥാന സിലബസ് സ്വാശ്രയ സ്കൂളുകളുടെ മാനേജ്മെന്റ് സംഘടനാ പ്രതിനിധികളുടെയും വിദ്യാഭ്യാസ വിദഗ്ധരുടെയും യോഗം 2 ദിവസങ്ങളിലായി എറണാകുളത്ത് നടന്നു. 2 ദിവസമായി നടന്ന സമ്മേളനത്തിന് സംസ്ഥാനത്ത് ആതിഥ്യമരുളിയത് കേരള അൺഎയ്ഡഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൗൺസിലാണ്. സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ജെയിംസ് മുല്ലശ്ശേരിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ദേശീയ കൺവീനർ AT ബോസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ നടന്ന ചർച്ചകൾക്ക് കേരളത്തിൽ നിന്നും അബ്ദുൾ നാസർ, ജേക്കബ് എബ്രഹാം, സരോഷ് എബ്രഹാം, അഡ്വക്കേറ്റ് സിജു K ഐസക്, GS കൃഷ്ണകാന്ത്, വിക്ടർ TA എന്നിവർ നേതൃത്വം നൽകി. അസോസിയേഷൻ സ്വീകരിച്ചിരിക്കുന്ന നിയമ നടപടികളെക്കുറിച്ച് ജനറൽ സെക്രട്ടറി PS രാമചന്ദ്രൻ പിള്ള വിശദീകരിച്ചു. 2-ാം ദിവസം ഗോകുലം കൺവെൻഷൻ ഹാളിൽ കേരളത്തിലെ സ്വാശ്രയ സ്കൂൾ മാനേജർമാരുടെയും പ്രിൻസിപ്പൽമാരുടെയും യോഗം ദേശീയ കോർഡിനേറ്റർ ജഗദീഷ് സിംഗ് ധൂരി ഉദ്ഘാടനം ചെയ്തു. അടുത്ത ദേശീയ സമ്മേളനം കാശ്മീരിൽ വെച്ച് ചേരാൻ തീരുമാനിച്ചു. വിദ്യാഭ്യാസത്തിനുള്ള ചെലവുകളെല്ലാം മാനേജ്മെന്റ് ഏറ്റെടുത്താണ് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതെന്ന് സംസ്ഥാന സർക്കാരുകൾ മറന്നുപോകുന്നുവെന്ന് യോഗം വിലയിരുത്തി. മിത്രങ്ങളായി കാണേണ്ടവരെ ശത്രുക്കളായി കാണരുതെന്നും യോഗം അഭ്യർത്ഥിച്ചു. കുന്നംകുളം പെങ്ങാമുക്ക് ഓട്ടോ പാർക്കിങ്ങിന് സമീപം വഴിയരികിൽ കൂട്ടിയിട്ടിരുന്ന മരശിഖരങ്ങൾ നീക്കം ചെയ്തു. മരം കൂട്ടിയിട്ടിരുന്നത് മൂലം പാർക്കിങ്ങിന് ഏറെ തടസ്സം നേരിട്ടിരുന്നു. ഡ്രൈവർമാരുടെ പരാതിയിൽ വാർഡംഗം പ്രദീപ് കൂനത്ത് ഇടപെട്ട് മരം മുറിക്കാൻ കരാറെടുത്ത വ്യക്തിയെക്കൊണ്ട് തന്നെ നീക്കം ചെയ്യിക്കുകയായിരുന്നു.
ഭാരതപ്പുഴയിൽ മൃതദേഹം ഒഴുകിപ്പോകുന്നുണ്ടെന്ന അജ്ഞാത സന്ദേശം നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി. ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന വ്യക്തിയാണ് ഫോണിലൂടെ പോലീസിനെ വിവരമറിയിച്ചത്. പോലീസും നാട്ടുകാരും ചേർന്ന് ഭാരതപ്പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ലെന്ന് ചെറുതുരുത്തി SHO വിനു പറഞ്ഞു. കടപ്പുറം തൊട്ടാപ്പ് പൂക്കോയ തങ്ങൾ കോൺക്രീറ്റ് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷയായി. വാർഡംഗം റാഹില വഹാബ്, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിസ്രിയ മുസ്താഖ് അലി, പഞ്ചായത്ത് അംഗം സെമീറ ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ വാർഡ് മെമ്പർമാര്, റാഹില റോഡ് പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നത്. SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശീർവാദത്തോടെയാണെന്നും ഇത് കേരളത്തെ അപകടാവസ്ഥയിലേക്ക് നയിക്കുമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൊടുങ്ങല്ലൂരിലെ സഹോദരൻ അയ്യപ്പൻ നഗറിൽ സംഘടിപ്പിച്ച സാഹോദര്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ KK ബാബുരാജ്, ജംഇയ്യത്തുൽ ഉലമായെ ഹിന്ദ് കേരള ജനറൽ സെക്രട്ടറി അലിയാർ ഖാസിമി, ശിവഗിരി മഠം പ്രതിനിധി ബ്രഹ്മചാരി സൂര്യശങ്കർ, മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ദേവസി പന്തലുക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരുപതാമത് സംസ്ഥാന സെപ്പക് ത്രോ ചാമ്പ്യൻഷിപ്പിന് ചാലക്കുടിയിൽ തുടക്കമായി. മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KV ബാബു, സീനിയർ വൈസ് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ, പ്രേംകൃഷ്ണൻ, ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ജോസഫ്, ട്രഷറർ K രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച സമാപിക്കും. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,280 രൂപ, പവന് 82,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. മാള പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഓഫീസിലെത്തി പഞ്ചായത്ത് അംഗം ഭീഷണിപ്പെടുത്തിയതായി പരാതി. അസിസ്റ്റന്റ് എഞ്ചിനീയർ PM ജമീലയാണ് മാള പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും പരാതി നൽകിയത്. ആളൂർ ഉറുമ്പൻകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നു. റോഡ് വികസനത്തിനായി ടാറിംഗ് പൊളിച്ചു നീക്കിയതിനാൽ കാൽനട യാത്ര പോലും ദുഷ്കരമായി. കലുങ്ക് സംവാദ പരിപാടിയിലെ വിവാദങ്ങളിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പരിപാടി വക്രീകരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് സുരേഷ് ഗോപി. ജില്ലയിൽ പരക്കെ മോഷണം. മാള തൻകുളം മഹാദേവ ക്ഷേത്രത്തിലും നെല്ലായിയിലെ വ്യാപാര സ്ഥാപനത്തിലും മോഷണം. മണ്ണമ്പേട്ടയിൽ പൂട്ടിയിട്ട വീടുകളിലും തൃശൂർ സെന്റ് ക്ലിയേഴ്സ് സ്കൂളിലും മോഷണ ശ്രമം. കൊല്ലൂർ കമ്പനിപ്പടിയിൽ സ്വകാര്യ ബസ് കടയിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് പരിക്കേറ്റു. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.